അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹാപ്പി വിഷു. ഇന്ന് വിഷുവിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ കണി കണ്ടു കഴിഞ്ഞു. ഞാൻ എണീറ്റിട്ട് വിളക്കൊക്കെ കൊളുത്തി എനിക്ക് വന്ന് ഞാൻ ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വിൻഷേട്ടൻ എനിക്ക് കിടക്കുന്നുണ്ട്. ഇനി വിൻഷേട്ടനെ കൊണ്ടുവരട്ടെ, ലാസ്റ്റ് തേജുവിനെ കൊണ്ടുവരാം കേട്ടോ. കണി കാണട്ടെ. അങ്ങനെ ഞാൻ വേഗം വിളക്ക് ഒന്ന് കത്തിച്ചിട്ട് വേഗത വിൻഷേട്ടനെ വിളിക്കാനായിട്ട് പോണത്. വിൻഷേട്ടൻ ഓൾറെഡി ഞാൻ എനിക്കുമ്പോൾ എണീറ്റിട്ടുണ്ട്, പക്ഷെ കണ്ണ് തുറക്കാണ്ട് ഇങ്ങനെ കിടക്കായിരുന്നു. ഞാൻ പറഞ്ഞു, വിൻഷേട്ടൻ പറഞ്ഞത് ആദ്യം ഞങ്ങളേനെ വിൻഷേട്ടൻ കണി കാണിക്കാന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വിൻഷേട്ടൻ അവിടെ കെടുത്തി നിന്നിട്ട് ഇപ്പം അതേ ഞാൻ കൊടുന്ന് കാണിച്ചു. എനിക്ക് കണ്ണ് പൊത്ത എത്തണില്ല കേട്ടോ, നിങ്ങൾ കണ്ടില്ല, അര വരെ എനിക്ക് എത്തുള്ളൂ, കണ്ണുമ്മയ്ക്ക് എത്തണില്ല. അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് പിടിച്ചു വഴി കാണിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ തട്ടണ സ്ഥലമൊക്കെ ഒന്ന് മാറ്റിയിട്ട് അങ്ങനെ ഇതേ തൊഴുതു. പിന്നെ നമ്മൾ അടുത്ത് നമ്മുടെ തേജപ്പനെ എണിപ്പിക്കലാണ് കേട്ടോ. തേജിനോട് ഇന്നലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണു പൊത്തും പേടിക്കൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ണിയോളെ ഇങ്ങനെ കണ്ണു പൊത്തി എടുക്കുമ്പോൾ ഒരു പേടിക്കൂലോ. അപ്പം നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞ അവനെ സെറ്റാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇതേ കുട്ടീനെയും കൊടുത്തിരുത്തി. പക്ഷെ ഇവിടെ എന്താ വിറ്റെന്ന് വെച്ചാൽ കണി കാണാനിരുത്തിയപ്പോൾ ആദ്യം ഒരൊറ്റ നോട്ടം നോക്കിയിട്ട് നേരെ അവൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ഫുൾ അവൻ്റെ നോട്ടം ഉണ്ടായിരുന്നു ഫ്രൂട്ട്സിലേക്കായിരുന്നു കേട്ടോ. എന്തൊക്കെ വെച്ചിട്ടുണ്ട് ഏതൊക്കെ വെച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഫുൾ സ്കാനിങ് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കണ്ടറിയും കേട്ടോ. ആദ്യം ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പിന്നെ എന്നെ നോക്കണത്. ഞാനാണെങ്കിൽ എന്നെ നോക്കണ്ടെന്ന് വിചാരിച്ച് മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ കറക്റ്റ് എന്നെ തന്നെ നോക്കി. പിന്നെ മെയിനായിട്ട് ആള് ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ, ഇത് കണി കഴിഞ്ഞിട്ടായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ചോദിച്ചു നീ എന്ത് ഈ ഫ്രൂട്ട്സിലേക്ക് എന്നെ നോക്കിയിരുന്നു ഇരുന്നിട്ട് എന്ന്. അപ്പോൾ പറയാ എന്തൊക്കെ വെച്ച് ഇന്നലെ കൊടുന്ന മുന്തിരി, പച്ചമുന്തിരി കുറേ വെച്ചിട്ടുണ്ടോന്ന് അത്ര അവ സൂക്ഷിച്ച് നോക്കിയതെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അതേ കുറച്ച് നേരം തൊഴിച്ചു കേട്ടോ. തൊഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് വീണ്ടും കിടന്നുറങ്ങുന്നുണ്ടാവും എന്നാണ്, പക്ഷെ ഉറങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കണി. എൻ്റെ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഒരുക്കുന്ന കണിയാണ്. അപ്പോൾ ചെറിയ രീതിക്കുള്ള മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. കാരണം എന്താ നമ്മുടെ വിളക്ക് തളികയിൽ വെക്കണമല്ലോ. തളികയിൽ ഞാൻ മറ്റേ സംഭവങ്ങൾ വെച്ചുകൊണ്ടാണ്, ആകെ ഒരു തളികയുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിളക്ക് സാരിൽ ഇങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് വെച്ചതാണ് കേട്ടോ. ഇങ്ങനെയല്ല ശരിക്കും ഞാൻ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് കിട്ടിയില്ല. നമുക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു വേണ്ടി തലേ ദിവസം നടന്നു. ശരിക്കും നമ്മളൊരു 1 വീക്ക് മുന്നേ വാങ്ങി വയ്ക്കേണ്ടതായിരുന്നു. അപ്പോൾ എല്ലാം കിട്ടിയിരുന്നു കേട്ടോ. കുഴപ്പമില്ല, അടുത്ത കൊല്ലം കുറച്ചും കൂടി അടിപൊളിയായിട്ട് എനിക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ പടക്കം പൊട്ടിക്കൽ തുടങ്ങിയിട്ട് നമ്മൾ അനക്ക് പേടിയാണേ ഇനി അമ്പലത്തിൽ പാട്ടും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത് എല്ലായിടത്തും ഇതന്നെ നടന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ അപ്പുറത്തെ വീട്ടിലൊക്കെ ആയിരുന്നു പടക്കങ്ങളൊക്കെ പൊട്ടിച്ചിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ പടക്കം പൊട്ടിക്കുമ്പോൾ സീൻ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം ഈ നിൽക്കണത് ഏജപ്പനാവില്ല. പടക്കം പൊട്ടിച്ച് തുടങ്ങിയാൽ ഇങ്ങനത്തെ സാധനങ്ങൾ ആക്കുമ്പോൾ മാത്രം കുറച്ച് നേരം വന്ന് നിൽക്കും. പടക്കത്തിൻ്റെ ഒരു അംശം നമ്മൾ എടുക്കണ കണ്ട് ഓടി അകത്ത് കയറും എന്നറിയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ കുറച്ചൊക്കെ നമ്മുടെ കമ്പിപ്പൂത്തിരി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതിൻ്റെ ഒന്നും കറക്റ്റ് അറിയില്ല കേട്ടോ. മറ്റേ അതൊക്കെ മേശപ്പൂവ് അങ്ങനത്തേക്ക് ഇല്ല, അതൊക്കെ ഫുള്ള് നമ്മൾ കത്തിക്കാട്ടോ ചെയ്തത്. എന്താടാ ഞാനിനി വേഗം കുളിക്കുക, കിച്ചണിൽ കയറാൻ നോക്കുകയാണ്. ഇവരിതേടെ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. തേജ് ഇതാണ് അവസ്ഥ. കത്തിക്കണ്ടേ
അപ്പോൾ ഞാൻ കുളിക്കാൻ പോവാണ്. ഈ പണീൻ്റെ അടുക്കളയിൽ ഇനി ഇത് കത്തിക്കട്ടെ കേട്ടോ. ഫോൺ ചാർജ് ചെയ്യാനും കൂടി വെക്കുകയാണ് കേട്ടോ. ബൈ. അങ്ങനെ അതെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അച്ഛനും മോനും അകത്ത് കയറിയിട്ടില്ലാട്ടെ. നേരൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട്. ഇവര് ചെറുതായി പടക്കം പൊട്ടിക്കുക പിന്നെ എന്തൊക്കെയോ കാര്യമായിട്ട് വർത്താനൊക്കെ ഇരുന്ന് പറയണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം നേരെ കിച്ചണിൽ കയറാൻ നോക്കി. തേജപ്പനും വിൻഷേട്ടനൊന്നും പിന്നെ തേജു ഞാൻ ഉറങ്ങുമെന്ന് വിചാരിച്ചു വീണ്ടും, പക്ഷെ ഉറങ്ങുന്നില്ല കേട്ടാ. 5 മണി 5:30 5:15 തോന്നുന്നു എനിക്കത്. അതുവരെയും പിന്നെ ഫുള്ള് നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ നടന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനിതേ തലേന്ന് നമ്മൾ അരിഞ്ഞിട്ട് എല്ലാം കിച്ചണിൽ നമ്മുടെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം എടുത്തിട്ട് വേഗം എല്ലാം വെക്കാൻ നോക്കുക കേട്ടോ. ചോറിനുള്ള വെള്ളം വെച്ചു, പിന്നെന്താ പറയുക ഫസ്റ്റ് ഇങ്ങനെ ഓരോന്ന് ചോറിൻ്റെ വെള്ളം ആദ്യം തന്നെ ചോറിനെയായിട്ട് വെച്ചത്. പിന്നെ ഞാൻ നമ്മുടെ വെണ്ടയ്ക്ക വറുത്തു കേട്ടോ. സാമ്പാറിലേക്കുള്ള വെണ്ടയ്ക്ക ഒന്ന് വറുക്കുന്നുണ്ട്. അപ്പുറത്തെ ബാക്കി കഷ്ണങ്ങൾ പരിപ്പ് തോന്നുന്നു, പരിപ്പ് ഇതേ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും 3 അടുപ്പും ഫുള്ള് ബിസി ആയിട്ടാണ് എടുക്കുന്നത്. 3ലും ഞാൻ ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് വിൻഷേട്ടൻ ഫോൺ എടുത്ത് പോയിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പുറത്തെ ഒരു ക്ലൈമറ്റ് നമ്മുടെ വീടിൻ്റെ അവിടുത്തെ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രായമുള്ള അമ്മമ്മമാരെല്ലാവരും ഇത് അമ്പലത്തിൽ പോയി തൊഴുന്നുണ്ട്. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ അമ്പലത്തേക്ക് തന്നെ മെയിനായിട്ട് ആൾക്കാർ ഇങ്ങനെ നേരം വെളിച്ചാകുമ്പോൾ തന്നെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ കിച്ചണിലാടുന്നു, ഞാൻ എടുപ്പ് പണിയിലാടുന്നു. അമ്പലത്തിൽ പോണേക്കാൻ മുന്നേ എല്ലാം വെക്കണം എന്നൊരു പ്ലാനിലാട്ടോ ഞാൻ. പിന്നെ മഞ്ഞുണ്ട്, ചെറുതായിട്ട് നനവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ചെറിയ രീതിക്കൊക്കെ. പിന്നെ ഇതൊക്കെ ഇന്നലെ പൊട്ടിച്ച പടക്കത്തിൻ്റെ ഓരോ ബാക്കി പീസോളാട്ടോ. ഇതൊക്കെ നമ്മളിവിടെ കൂട്ടിയിട്ടേക്കായിരുന്നു. ഇനി കാലും അതിൻ്റെതൊന്നും ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതേ ഇങ്ങനെയാണ് അവസ്ഥ. നല്ല മഞ്ഞുണ്ട് കേട്ടോ. ആ ബാക്കിലേക്ക് കണ്ടാലറിയാം നല്ല മഞ്ഞുണ്ട്. പിന്നെ അതേ മഞ്ഞ ഒരു തണവും കാണുമ്പോൾ ഒരു സമാധാനം കേട്ടോ നമുക്ക് വീട്ടിലേക്ക്. മറ്റേത് ഇപ്പോഴും വെയിലാണ് ഈ ഒരു സമയത്ത് ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വിളക്ക് ഇങ്ങനെ നമ്മൾ പിന്നെ വിളക്കിൽ കൂടുതലായിട്ട് കെട്ട് കഴിഞ്ഞാൽ വീണ്ടും കത്തിക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ കെടുമ്പോൾ അങ്ങനെ കിടട്ടെ എന്നുള്ളൊരിതിൽ. Peso. Ada. Subscribers. സത്യം പറഞ്ഞാൽ തേജു നീ നേരത്തെ എനിട്ടിട്ട് ഒരു പരിചയം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തോന്നുന്നു കുട്ടി മൊത്തം ഇങ്ങനെ നടക്കിടന്നു കേട്ടോ. പിന്നെ ഇത് വിൻഷേട്ട എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുളിക്കാൻ പോണേക്കാൻ മുന്നേ ഇങ്ങനെ 2 ചാട്ടമൊക്കെ ചാടിയിട്ടേ വിൻഷേട്ടൻ പോവുള്ളൂ. അപ്പോൾ തേജു എനിക്കൊണ്ട് തേജു ഇതേ കൂടെ നിന്ന് ചാടുന്നുണ്ട്. തേജുവിൻ്റെ വിചാരം വിൻഷേട്ടത്തിൽ നിന്ന് ഡാൻസ് കളിക്കാന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പം ഇടയ്ക്കുണ്ട് കേട്ടോ വിൻഷേട്ട എക്സസൈസ് ചെയ്യുമ്പോൾ ഒപ്പം പോയിട്ട് ഓരോന്നൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതേ ഓരോന്നോരോന്ന് ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതേ മത്തങ്ങയും പയറും എരിശ്ശേരി ആയിട്ടുണ്ട്, സാമ്പാറിൻ്റെ ആയിട്ടുണ്ട്. ഇനി അവിയൽ ഉപ്പേരി അങ്ങനെ എന്തൊക്കെ വെക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഇത് കഴുകി വെക്കുന്നുണ്ട്. ഇതിങ്ങനെ നിറഞ്ഞു കിടന്ന് ബോറാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഓരോ പാത്രങ്ങൾ അതിൻ്റെ ഇടയിൽ ആവശ്യം വരും കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കും. പിന്നെ നമ്മുടെ തേജപ്പനെ കുളി കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. വിൻഷേട്ടൻ കുളിപ്പിച്ച് കൊണ്ടിരുത്തിയേക്കാം അവനെ. അപ്പോൾ ഞാനിനി വയറ് കാളുണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചായയുടെ വെള്ളം കൊടുത്തു കേട്ടോ. പക്ഷേ എവിടെ കുടിക്കണു, വെറുതെ 2 വലിയ വിളിച്ചിട്ടിക്കാനെ കൊടുന്നു തരും കേട്ടോ. പിന്നെ വിൻഷേട്ടൻ എന്തോ ഒരാവശ്യത്തിന് കടയ്ക്ക് പോവാം കേട്ടോ. എന്തോ പൈസ ചില്ലറേക്കാനോ തോന്നുന്നു. അങ്ങനെ നമ്മുടെ കാബേജ് ഉപ്പേരി ആയിട്ടുണ്ട്, മത്തങ്ങയും പയറും എരിശ്ശേരി ആയിട്ടുണ്ട്, സാമ്പാറായിട്ടുണ്ട്, ചോറ് ഇതേ വാർക്കാനാട്ടി വെച്ചിരിക്കണത്, അവിയൽ ഇതേ ഞാനിവിടെ വേവിക്കാൻ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറ്, പുളിഞ്ചി, പപ്പടം കാച്ചി ഇതന്നെ ഉള്ളൂ കേട്ടോ. വേറെ ഓവർ സദ്യ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലേ. ഇനി അമ്പലത്തിൽ പോവാൻ നോക്കുകയാണ് കേട്ടോ. ഡ്രസ്സ് മാറണം, മൂടി മുഖമൊക്കെ ഒന്ന് കഴുകണം. അമ്പലത്തിൽ പോട്ടെ കേട്ടോ നീ. പിന്നെ ഇതേ പായസം കൊടുന്നു കേട്ടോ ഒരു ചേട്ടൻ, വിൻഷേട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവരവിടെ അങ്ങനെ പായസം കൊടുക്കുമല്ലോ, അങ്ങനെ കമ്മിറ്റി പോലെയൊക്കെ ഉണ്ടാവില്ല അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഓരോ വീട്ടുകളിലേക്ക് അപ്പോൾ അവിടുന്ന് വിൻഷേട്ടൻ പായസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലട പായസം അത് കൊടുന്ന് തന്നു കേട്ടോ ചേട്ടൻ. ഞങ്ങൾ ഇനി അമ്പലത്തേക്ക് പോവാണ്. കൈനീട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ തേജുവിന്. അപ്പം ഞങ്ങൾ അമ്പലത്തേക്ക് ഇറങ്ങാണ്.
അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടിട്ട് ആദ്യം നമ്മുടെ അടുത്തുള്ള ചിറക്കൽ അമ്പലത്തേക്കായിട്ട് പോണത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ്? ഇത് ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ്. മീൻസ് ഞാൻ തയ്ച്ചതാന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഈ സ്കേർട്ട് ഉണ്ടല്ലോ, ആര്യയുടെ എൻഗേജ്മെന്റിന്റെ 2 വർഷം, 2 അല്ല, അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായില്ല, 2.5 വർഷം മുമ്പുള്ള സ്കേർട്ടാണ് അവളുടെ എൻഗേജ്മെന്റിന്റെ. തേജിട്ടിരിക്കുന്ന ജുബ്ബ ആര്യയുടെ കല്യാണത്തിന്റെയാണ്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൗസ് എവിടെയാ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അത് എന്നോ കുറേ നാൾ മുന്നത്തെ ഒരു ബ്ലൗസാണ് കേട്ടോ. ആ ഒരു ഷോള് മാത്രമാണ് ഞാനിപ്പോൾ നാൾ പോയിട്ട് പുതിയത് വാങ്ങിയത്. പിന്നെ വിൻഷാൻ്റെ ഷർട്ട് ഞാൻ മീഷോന്ന് എടുത്ത ഷർട്ട് കേട്ടോ. അടിപൊളി സാധനം, നല്ല എനിക്ക് ഇഷ്ടമായി വിൻഷാർട്ട് ഇട്ടപ്പോൾ അത് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഡ്രസ്സ് സെറ്റ് ചെയ്തത് കേട്ടോ. മുമ്പത്തെ ഞാൻ പറയില്ല, ഞാൻ പഴയ ഡ്രസ്സുകളൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ട് കുറച്ച് നാളിരിക്കും. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഞാൻ വീണ്ടും അത് എടുത്തിടുമ്പോൾ നമുക്ക് പുതിയൊരു ഡ്രസ്സ് കിട്ടിയ ഫീലാണ് എനിക്ക് വരാറ് കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ സ്കേർട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആരുടെ എൻഗേജ്മെന്റിനാണോ എന്ന് ഇട്ടിരിക്കണത്. പിന്നെ അത് അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളിലൊക്കെയാണ് ഞാനത് ഉപയോഗിക്കുക. അപ്പോൾ ഷോള് മാത്രമല്ലേക്ക് വാങ്ങേണ്ടി വന്നുള്ളൂ. പക്ഷേ കുറേ പേര് വെച്ച് പുതിയതാണോ, അത് എവിടെ നിന്നാണ്, ഏത് പേജ്, ഇൻസ്റ്റാഗ്രാമിലെ പേജ് പറഞ്ഞു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ ബ്ലൗസൊക്കെ കുറേ വർഷമായിരുന്നു, 3 വർഷം മുന്നത്തേക്ക് ഒരു ബ്ലൗസാണ് കേട്ടോ അത്. ഷോള് മാത്രമാണ് പുതിയത്. അങ്ങനെ ഇതേ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് ഇറങ്ങിയിട്ടോ. ഇനി നമുക്ക് നേരെ പോകേണ്ടത് വിൻഷാറിൻ്റെ വീട്ടിലേക്കും. പിന്നെ അതിന് മുന്നേ വിൻഷാറിൻ്റെ അവിടുത്തെ അമ്പലം ഉണ്ടല്ലോ, നമ്മുടെ മുല്ലയ്ക്കൽ അമ്പലം എന്ന് വെള്ളടിങ്ങുന്ന മുല്ലയ്ക്കൽ അമ്പലത്തേക്കായിട്ട് നമ്മൾ പോയത്. ഇവിടെയാണ് നമ്മൾ ആദ്യം എപ്പോഴും വന്നിരുന്നത്. ആദ്യം നമ്മൾ ഇവിടെ തൊഴുതിട്ടായിരുന്നു നമ്മുടെ ചിറക്കൽ അമ്പലത്തേക്ക് പോയിരുന്നു കേട്ടോ. കാരണം വിൻഷാറിൻ്റെ വീട്ടിലാവുമ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള അമ്പലത്തിൽ തൊഴുതിട്ട് പിന്നെ ഇങ്ങോട്ട് വരികയായിട്ട് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോഴേക്കും നട അടച്ചിരിക്കുന്നു. അടച്ച് മറ്റേ എന്താ പറയുക, പൂജാരിയൊക്കെ പോയി വെക്കണം കേട്ടോ. എന്നാലും ഞങ്ങൾ അവിടെ കയറി തൊഴുതു. പിന്നെ നേരെ നമ്മൾ വിൻഷാറിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. കുറേ പേര് ചോദിച്ചു വിൻഷാറിൻ്റെ വീട് ദൂരെയാണോ എന്ന്. ദൂരെയൊന്നും അല്ല, അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു എന്താ പറയുക, 1 കിലോമീറ്റർ എന്നൊക്കെ പറയില്ല, അത്ര കഷ്ടി ഉണ്ടാവുള്ളൂ, കുറച്ച് ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ഇതേ പിള്ളേരൊക്കെ നമ്മളെ കാത്തിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തോന്നുന്നു ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ആ ഒരു പാടത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അത് എല്ലാവരും എത്തിയിട്ട് ഇവരൊക്കെ ചായ കുടിച്ചു കേട്ടോ. നമ്മൾ എത്തുമ്പോഴേക്കും കുറച്ച് നേരമായി, 2 അമ്പലത്തിലും പോയിട്ട് എത്തുമ്പോഴേക്ക്. പിന്നെ തേജ് ചായ കുടിക്കാൻ നിൽക്കാണ്ട് ഓടിയിട്ട് ഇത് അവരുടെ കൂടെ കളിക്കാൻ നിന്നു. പിന്നെ അത് എല്ലാവരും കൂടി ഇനി വിഷുക്കൈ നീട്ടം കൊടുക്കുക അങ്ങനത്തെ ഒക്കെ ചടങ്ങുകൾ ഉണ്ടല്ലോ, ആ ചടങ്ങിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് വിൻഷാറിൻ്റെ ചേട്ടനാട്ടോ. അല്ല, കുറേ പേർക്ക് ഇപ്പോഴും ഒന്നും പിടി കിട്ടിയിട്ടില്ല വിൻഷാറിൻ്റെ ചേട്ടനാണോ അനിയത്തിയാണോ, ഇത് ചേട്ടനാണോ എന്നൊക്കെ. അപ്പോൾ അത് വിൻഷാറിൻ്റെ അനിയത്തിയാണ് കേട്ടോ. അനിയത്തിയുടെ ഹസ്ബൻഡാണ് ഇപ്പോൾ എനിക്ക് തന്നത്. പിന്നെ അത് അച്ഛനും അമ്മേനെ അറിയണ്ടാവുമല്ലോ. പിന്നെ ഇത് വിൻഷാറിൻ്റെ ചേട്ടൻ. അപ്പോൾ ഇവർ 3 മക്കളാണ്. ഇപ്പോഴും പുതിയ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് ആരൊക്കെയാണ് എന്നൊക്കെ കേട്ടോ. പിന്നെ വിൻഷാറിൻ്റെത് അമ്മമ്മയാണ് കേട്ടോ. അമ്മമ്മയ്ക്ക് വയ്യ, പ്രായമായിട്ട് നടക്കാനും അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അമ്മമ്മയ്ക്ക്. അപ്പോൾ അമ്മമ്മയ്ക്ക് ഇതേ കൈനീട്ടൊക്കെ കൊടുത്തു. പിന്നെ എന്താ, കുറച്ച് പേര് ഞാൻ ഫോട്ടോ ഇട്ടപ്പോൾ ചോദിച്ചു ഇത് ആരൊക്കെയാണ്. കുറേ പേരുടെ വിചാരം വിൻഷാട്ടനെ ഇവർ 3 ആൺമക്കളാണെന്നാണ്. 3 ആൺമക്കളല്ല, ഇതാണ് വിൻഷാറിൻ്റെ അനിയത്തി. ഇതല്ല കേട്ടോ, ഇപ്പിക്ക് നേരത്തെ കുറച്ച് മുമ്പ് തന്നത്. ഇത് വിൻഷാറിൻ്റെ ഏട്ടത്തമ്മയാണ് കേട്ടോ, ചേട്ടൻ്റെ ഭാര്യയാണിത്. പിന്നെ ഇത് വിൻഷാറിൻ്റെ ചേട്ടൻ, പിന്നെ അച്ഛനമ്മ, പിന്നെ ഇത്ര പേരെന്നെ. അത്യാവശ്യം ഒരു വലിയ ഫാമിലി തന്നെയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഈ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. വിൻഷാറിൻ്റെ ചേട്ടൻ, ഞങ്ങളുടെ ചേട്ടൻ്റെ ഫാമിലി, ഞങ്ങൾ, പിന്നെ വിൻഷാറിൻ്റെ പെങ്ങൾ, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു 10-11 ആൾക്കാർ താമസിച്ചിരുന്ന വീടായിരുന്നു കേട്ടോ ഇത്. ഇപ്പം ഞങ്ങളാണ് പുതിയ വീട് വെച്ചിട്ട് മാറിയിട്ടുള്ളത്. ഇപ്പോൾ 1 വർഷം ആവാറായിട്ടുണ്ട് നമ്മുടെ വീട് വെച്ചിട്ട്. കഴിഞ്ഞ വിഷുവിന് നമ്മൾ മാറിയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വിഷു നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നു. വിഷു കഴിഞ്ഞതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് തോന്നുന്നു നമ്മുടെ വീട് പണിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതേ എല്ലാവരും കൂടി. പിന്നെ കൈനീട്ടം കൊടുക്കാച്ച തിക്ക് കാണാണ്ടില്ല, കുട്ടിപ്പടകളായിട്ടും എല്ലാവരുമായിട്ടും കുറേ പേരുണ്ട്. അത്യാവശ്യം വലിയ ഒരു കൂട്ടുകുടുംബം തന്നെ പറയില്ല. അതേപോലെ തന്നെയാണ് കേട്ടോ വിൻഷാറിൻ്റെ വീട്ടിൽ ഞങ്ങൾ മുന്നേ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ ചെറുത് വിൻഷാൻ്റെ പൈസ ഉണ്ട് കണ്ടപ്പോൾ വേഗം കയറിയിട്ട് ഒക്കത്ത് കയറിയതാട്ടോ. അത് വിൻഷാട്ടിൻ്റെ ചേട്ടൻ്റെ 2ാമത്തെ ഉണ്ണിയാണ് കേട്ടോ. വിൻഷാൻ്റെ ചേട്ടന് മാത്രമാണ് 2 ഉണ്ണികളുള്ളത്. ഞങ്ങൾക്ക് ഒരാൾ തേജപ്പൻ, പിന്നെ വിൻഷാൻ്റെ പെങ്ങൾക്കും ഒരു ആൺകുട്ടി കേട്ടോ. എല്ലാവരും ആൺകുട്ടികളാണ്. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇതേ ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തട്ടോ. അമ്മമ്മേനെ മണിയായിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുവരാ ചെയ്ത. അമ്മക്ക് നടക്കാൻ അങ്ങനെ വെക്കില്ല. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്നു. അതേപോലെ ഇത് എടുത്തിട്ട് അവിടെ തന്നെ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോസൊക്കെ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലല്ല, ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന വഴി കണ്ടോ? ഈ വഴിയൊക്കെ ഞാൻ മുമ്പ് മുറ്റം അടിച്ചിരുന്നതാണ്. നമുക്ക് വീടിന്റെ മുറ്റം അല്ലാണ്ട് തന്നെ ഈ റോഡ് ഉണ്ടല്ലോ, ഈ റോഡൊക്കെ ഞങ്ങൾ അടിച്ചു വരികയായിരുന്നു. കാരണം അപ്പുറത്തെ സൈഡിലെ ഇലയൊക്കെ നല്ല ഈ റോട്ടിക്ക് വീഴും. അപ്പോൾ ഭയങ്കര വൃത്തികേടോ. അപ്പോൾ ഈ ചാലും നമ്മുടെ ഈ റോഡൊക്കെ ഞങ്ങൾ കൊണ്ട് മുറ്റടിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങൾ വേഗം ചായ കുടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ദോശയും. അപ്പോൾ നമ്മൾ ചായ വിൻഷാട്ടിൻ്റെ വീട്ടിൽ നിന്ന്, ഉച്ചത്തെ ഫുഡ് നമ്മുടെ വീട്ടിൽ നിന്ന്, വൈകിട്ടത്തെ ചായ എൻ്റെ വീട്ടിൽ നിന്ന്, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് കേട്ടോ. കാരണം ഉച്ചത്തെ ഫുഡ് നമുക്ക് എന്തായാലും നമ്മുടെ
വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം പുതിയ വീട് വെച്ചു, നമ്മളായിട്ടൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഉച്ചത്തെ ഫുഡ് അവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ വിൻഷേട്ട് ഇതേ കൈനീട്ടം കിട്ടിയതിൻ്റെ കണക്കെടുത്തോണ്ടിരിക്കട്ടെ. എല്ലാം അവിടെ ഇരുന്ന് എണ്ണി എടുക്കുന്നുണ്ട്. തേജപ്പൻ്റെ ഒക്കെ കിട്ടിയത്. തേജുവിന് പിന്നെ എന്താ അറിയാനല്ലേ. പിന്നെ ഞങ്ങൾ കുറച്ചേരം റെസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ സുധി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് അവിടെയും കൈനീട്ടം കൊടുത്തു. കൈനീട്ടം നമുക്ക് തന്നു. പിന്നെ ചക്ക വറവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സുധി ചേച്ചി. അതൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ അതേ വിൻഷേട്ടൻ പപ്പടം കാച്ചുന്നുണ്ട്. നമ്മുടെ തേജപ്പ് അപ്പളേക്കും സൈഡായിട്ടോ. നേരത്തെ എനിറ്റതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവനെ വിളിക്കാൻ നിന്നില്ല കേട്ടോ. കഴിക്കാറാകുമ്പോൾ വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കുട്ടി കിടന്ന് ഉറങ്ങിയിട്ടാ. അപ്പോഴേക്കും ഞങ്ങൾ വേഗം ഇലയൊക്കെ ഇട്ടിട്ട് എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. സാധാരണ അവനാണ് വിളമ്പാൻ മുന്നേ നിൽക്കാറ്. ഞാൻ പിന്നെ ക്ഷീണം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് വിളിച്ചില്ലേ, വിളമ്പിയിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫസ്റ്റത്തെ വിഷുവാണ്. അപ്പൊ എന്തായാലും ചെറിയ രീതിയിൽ ആഘോഷിക്കാൻ ഇതാണ് കേട്ടോ. അച്ചാറുണ്ട്, ഇഞ്ചിമ്പുളി ഉണ്ട്, പായസം ഉണ്ട്, സാമ്പാറുണ്ട്, മത്തങ്ങയും പയറും, എരിശ്ശേരി, കാബേജ് ഉപ്പേരി, അവിയല്, പപ്പടം, പഴം, വെള്ളം, ചോറ്, സാമ്പാർ. ചോറ് എടുത്തില്ല, ബാക്കിയൊക്കെ ഞാൻ വിളമ്പാന്നാ. അങ്ങനെ എന്തേ ഞാൻ വേഗം തന്നെ വിളമ്പലും കൂടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മറ്റേ എന്താ പറയുക, മത്തങ്ങയും പയറും എരിശ്ശേരി ആദ്യം വിളമ്പിക്ക് അറിയില്ല കേട്ടോ അതെങ്ങനെയാണ് ഫസ്റ്റ്. ഞാൻ ആദ്യം ചോറ് വിളമ്പാനാണ് നോക്കിയത്. അപ്പോൾ വിൻഷേട്ടനാ പറഞ്ഞ് ചോറിലടി ആദ്യം വിളമ്പുക. ആദ്യം നമ്മളിങ്ങനെ കൂട്ടുകറികളൊക്കെ ഇല്ല അങ്ങനത്തെ എല്ലാതും വിളമ്പിയിട്ട് ലാസ്റ്റ് ഇരുന്നതിന് ശേഷം അത്ര ചോറ് വിളമ്പുക. എനിക്ക് ഓരോ ഇതുണ്ടാവില്ല, എനിക്ക് അറിയില്ല അതിനെക്കുറിച്ചിട്ടൊന്നും. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും നമുക്ക് ഇങ്ങനെ ഓരോ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഫസ്റ്റ് ടൈമാണ് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആരോ പറഞ്ഞു ഇങ്ങനെ തളിക ഒരെണ്ണം കൂടി വാങ്ങിക്കോളൂ വിളക്ക് അടിയിൽ വെക്കാൻ, അങ്ങനെ സജഷനൊക്കെ ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് അറിയാത്ത കാര്യങ്ങളല്ലേ ഒക്കെ അറിയാൻ നല്ല എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി പറഞ്ഞു തരുന്നതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അടുത്ത പ്രാവശ്യം ശരിയാക്കാമല്ലോ. അങ്ങനെ എല്ലാം വിളമ്പതിന് ശേഷം ഞങ്ങൾ കഴിക്കായിരുന്നു കേട്ടോ. തേജു ഇതേ ഉറക്കത്തുനിന്ന് എനിക്ക് വന്നിട്ടുണ്ട്. തേജുവിന് പിന്നെ ഉറക്കത്തുനിന്ന് എനിക്ക് വന്ന ചെറിയൊരു ചൊറിച്ചിൽ സ്വഭാവം ഉണ്ടല്ലേ തേജു? എന്താ പറയാ, കിടി 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 കിടി. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ആളത് അക്സെപ്റ്റ് ചെയ്യില്ല, നേരെ ഓപ്പോസിറ്റ് ചെയ്യാനേ ആൾ ശ്രമിക്കുള്ളൂ. അപ്പോൾ ഇവിടെ എന്തോ ഓപ്പോസിറ്റ് ചെയ്തെന്ന് വിചാരിച്ചാൽ ആള് സാമ്പാർ കൂട്ടാണ്ടാണ് ഇന്നത്തെ സദ്യ കഴിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഷള സ്വഭാവം, പായസം കൂട്ടിയിട്ട് ചോറുണ്ട്, അങ്ങനത്തെ ഓരോ വഷള സ്വഭാവം എൻ്റെ കുട്ടി കാട്ടും. സദ്യ പൊതുവേ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ തന്നെ വെച്ചോണ്ടാ തോന്നുന്നു. എനിക്കൊന്നിനും ടേസ്റ്റ് ആസ്വദിച്ച് കഴിക്കാൻ എനിക്ക് സത്യം പറയുള്ളൂ എനിക്ക് പറ്റില്ല. അങ്ങനെയുള്ളവരുണ്ടോ? നമ്മൾ തന്നെ ഫുഡ് വെച്ചിട്ട് അത് കഴിക്കുമ്പോൾ നമുക്ക് ഒരു ടേസ്റ്റും അറിയില്ല. എനിക്ക് അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ടേസ്റ്റും അറിയില്ല. പപ്പടം എടുക്കുക, പിന്നെ അതിന്റെ മുകളിലേക്ക് കുറച്ച് പായസം ഒഴിക്കുക, അതിൽ പഴം എടുക്കുക, എടുക്കുക, പിന്നെ കുഴയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് വാവ് സൂപ്പർ. പായസം കഴിക്കാൻ പോവാണ്. ഇത് പായസം പാലട പായസമാണ് കേട്ടോ. ഞാൻ വെച്ചതല്ല, തെറ്റിദ്ധരിക്കേണ്ടത് നിങ്ങൾ തന്നെ. ആദ്യം പായസം ഒഴിച്ചു, പപ്പടത്തിന് മുകളിൽ പായസം വെക്കി. പപ്പടം ഞാൻ നേരെ തിരിച്ച, എന്നിട്ട് അതിലേക്ക് പപ്പടം ഇടും. ഞാൻ പഴം വേണ്ടേ? പഴക്ക് ഇഷ്ടം. പഴം കഴിച്ചു നോക്ക്. ഞെരണ്ടി ഞെരണ്ടി ഞെരണ്ടി. എനിക്കിങ്ങനെ കഴിക്കാൻ ഇഷ്ടം. സൂപ്പർ. ഇവിടെ ആൾക്ക് കഴിച്ച് കഴിയുമ്പോഴേക്ക് ഛർദ്ദിക്കാൻ വന്നു തുടങ്ങിട്ടോ. വേറെ പപ്പടം, പഴം, പായസം. ഫസ്റ്റത്തെ പുലിവെപ്പില്ല, വയററിയാണ്ട് കഴിച്ചു. ഒരു ഗ്ലാസ് പായസം കുടിച്ചുള്ളൂ. പക്ഷെ ചോറ് ബാക്കിയാണ്ടാ. ഷുഗർ കട്ടിങ് ആയണ്ടേ മതിയധികം കഴിക്കില്ല. കുറച്ച് പായസം തരട്ടെ? എന്നാ ക്ലാസ്സിൽ ഒഴിച്ചു തരട്ടെ? എന്നാ ഷുഗർ ഒഴിച്ചെടുത്ത് അതിലൊഴിക്കണ്ടേ? എന്നാ ചോറ് കുറച്ച് അങ്ങോട്ട് നീക്കിക്ക്. ഞങ്ങൾ അങ്ങോട്ട് അവൻ അവൻ്റെ ഒഴിക്കാൻ, നമ്മൾ കഴിച്ച പോലെ കഴിക്കാനാ. ഒഴിച്ചൊഴിച്ചോ. മതി നോക്കിയിട്ട് കൊടുക്കാൻ. മതി. ഞാൻ കഴിച്ചോ. നീ തേജപ്പൻ്റെ ഊഴം. തേജ് പപ്പടം വേണോ? പപ്പടം കൊടുക്കും. ഇനി തേജപ്പൻ്റെ ഊഴാണ് ഗായ്സ്. തേജപ്പൻ പായസം ഒഴിച്ചു. ഇനി എന്താ? പപ്പടം വെച്ചു. പിന്നെ എന്തുട്ടാ? കുഴച്ചു.
കുഴച്ച് എടുത്ത് പറട്ടെ ഇത് തേജപ്പൻ പപ്പടം പഴം കൂടി പപ്പടം പായസം കൂടി കഴിച്ചു. എക്സ്പ്രഷൻ എങ്ങനെയുണ്ട് പറയും? എങ്ങനെയുണ്ട്? സൂപ്പറാ സൂപ്പറാ. ഇവിടെ ഒരാൾ ഇലനക്കി തുടങ്ങി. റൈസ് കഴിച്ചു കഴിഞ്ഞു. ഇനിയുള്ള വലിയ പണി എന്താണെന്നറിയോ? വിൻചാട്ടിന് കൂടെ വൃത്തിയാക്കണം. ഇതൊക്കെ ഒന്ന് ഇനി ഒതുക്കി കയറ്റി കണി ഒക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഇനി വീട്ടിൽ പോവാൻ നോക്കണം. ഇതൊക്കെ ഒന്ന് സെറ്റാക്കാനാണ്. ഇപ്പം തന്നെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണം, ഉറങ്ങാൻ തോന്നുന്നു, കിടക്കാൻ തോന്നുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോകാൻ നോക്കട്ടെ കേട്ടോ. പിന്നെ ഞങ്ങളിത് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. ക്ലീനിങ് ഭയങ്കര പണിയായിരുന്നു. ഒന്നാമതെല്ലാം നമുക്ക് ഒതുക്കി പറക്കി വെക്കണമല്ലോ ഫ്രിഡ്ജിൽ. ഇപ്പം ഇന്ന് വീട്ടിൽ പോവുമല്ലോ. അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അതേ അങ്ങനെ മൊത്തമിട്ടില്ല. ഞങ്ങൾ കവറിൽ വെക്കാൻ പാടില്ല എന്ന് അറിയാൻ ശരിക്കും അതും. പക്ഷേ വേറെ വഴിയില്ല, നമുക്ക് ഫ്രിഡ്ജ് ഫുള്ളായിട്ട് അടയ്ക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു കേട്ടോ. കറിയും കാര്യങ്ങളൊക്കെ കയറ്റണ്ടേ. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടിയിട്ടാട്ടോ ഫുള്ള് ക്ലീൻ ആക്കി സെറ്റ് ആക്കി കേട്ടോ വീട് മൊത്തം. ഗൈസ് മൊത്തം കിളിപ്പോയിരിക്കുന്നു. ഇതെന്ത് പൊറി ഇവിടെ എത്തി. കുറച്ചേരം വിശ്രമം, എന്താ പറയാ, കുറച്ചേരം റെസ്റ്റ് ചെയ്യാതിരിക്കാണ് കേട്ടോ. എന്നിട്ട് വീട്ടിൽ പോകാൻ നോക്കണം. പിന്നെ ഞങ്ങളൊരു 4 മണിക്കാവുമ്പോഴാട്ടോ എൻ്റെ വീട്ടിലേക്ക് പോയത്. വൈകിട്ട് തന്നെ പോയത്. കുറച്ചു നേരം കിടന്നു. പിന്നെ ആദർശും അവർ ഇതേനെ വരാമെന്ന് പറഞ്ഞു. നല്ല വെയിലല്ലേ. അപ്പം എന്നാൽ ഞങ്ങൾ കാറിൽ പോകാമെന്ന് വിചാരിച്ചു. അവരുടെ കൂടെ വിൻഷേട്ടൻ ബൈക്കുമ്മയും വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരേനെ കാത്തിട്ട് തേജപ്പൻ അതേ ഡ്രസ്സ് മാറ്റിയിട്ട് നിർത്തിയേക്കാണ് കേട്ടോ. തേജപ്പൻ്റെ ഈ ഡ്രസ്സ് മീഷോന്ന് ഞാൻ എടുത്തതാട്ടോ. ഭയങ്കര റേറ്റ് കുറവിന് എടുത്തതാണ്. ലിങ്കൊക്കെ ഞാനിപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ലിങ്ക് ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം എനിക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴിയിലൂടെ ഞാൻ ആ ലിങ്ക് കൊടുക്കാം കേട്ടോ. കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാവേ. അങ്ങനെ ഇത് ആദർശം വന്നു കേട്ടോ. അവർ കോഴിക്കോട് നിന്ന് എപ്പോഴാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് അവർ 4 മണിക്കൊക്കെ തോന്നുന്നു. അത് കറക്റ്റ് 4 മണി 4:30 ആവോ. അത്യാവശ്യം വൈകിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കേട്ടോ. അവന് തന്നെ പണി. പായസർക്ക മീഷോ നിർത്തടി ട്രൗസർ മരിനു. അതെ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേറെ ടൈപ്പ് എടുത്തിട്ടുണ്ട്. റെഡും ഇത് കൊടുത്തിട്ടുണ്ട്. അത് രസമുണ്ട്, ബുദ്ധിമുട്ടില്ല. 4-5 അവൻ്റെ സൈസ് തന്നെ. പിന്നെ ഇത് ആര്യ തേജുവിനെ ട്രൗസറും എന്തൊരു ബനിയനും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ തേജപ്പൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ വരുന്നത്. 21-ാം തീയതിയാണ്, April 21 അവൻ്റെ ഡേറ്റ് വരുന്നത്. പക്ഷേ നാളെ വരുന്നത് April 26. ആ April 26 ഞങ്ങളുടെ വെഡ്ഡിങ് ഡേയും. അതാണ് രസം. ഞങ്ങൾക്ക് രണ്ടും ഒരു ദിവസമായിട്ടോ വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ ആര്യക്ക് എന്തായാലും ബർത്ത്ഡേയുടെ ഒന്ന് ഓടി വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൾ മുന്നേ കൂട്ടിയത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിൻഷേട്ടനാണെങ്കിൽ ഇത് നല്ല ഉറക്കായിരുന്നു കേട്ടോ. അവർ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ചെന്ന് വിളിച്ചപ്പോൾ ഇത് ഓടി വന്നിട്ടുണ്ട്. പിന്നെ ആര്യ ഇത് അവളുടെ കല്യാണ ആൽബം നോക്കുകയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മൂസി ചേട്ടൻ കല്യാണ ആൽബം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് അവൾ ഫോട്ടോസും വീഡിയോസും നമ്മുടെ എല്ലാവരുടെയും ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട്. 2 വർഷത്തിന് ശേഷം കാണുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കുട്ടിക്ക് കേട്ടോ. പിന്നെ ഇത് ഞാൻ വേഗം ഡ്രസ്സ് മാറിയിട്ടോ. അതായത് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇട്ട ഫ്രോക്ക് നൈറ്റി അതിനായിട്ട് എടുത്തിട്ടത് കാറിലല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിലേനായിട്ട് പോയത്. അപ്പോൾ ഇതേ ഇങ്ങനെ വിൻഷേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ പോവാൻ നോക്കുകയാണ്. കുറേ നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. തേജപ്പനാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് വോയിസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണ്ടില്ലടാ. അപ്പം അതെ ഞങ്ങൾ പിന്നെ ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. വിൻഷേട്ട് ഇത് വേഗം കുളിച്ചിട്ട് ബാക്കിൽ വണ്ടിയുമ്മ ബുള്ളറ്റുമ്മ വരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എന്തോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്, അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വണ്ടിയുമ്മ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ കാറിൽ കയറിയിട്ട് ഞങ്ങളിത് നേരെ വീട്ടിൽ പോകാനായിട്ട് നോക്കണത്. അപ്പോൾ പോണ വഴിക്ക് മങ്ങാട് എത്തിയപ്പോൾ ഇങ്ങനെ ഒരു ഫ്രൂട്ട്സ് കുഞ്ഞൊരു കട ഉണ്ട്. ഇവിടെ എല്ലാം കിട്ടും കേട്ടോ, തണുത്ത വെള്ളമൊക്കെ. ഞങ്ങൾ ഇവിടുന്ന് സോഡാ സർബത്തൊക്കെ ഇടയ്ക്ക് കുടിക്കാറുണ്ട് വീട്ടിലേക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് ആദർശം എന്തോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ അവനെ കാത്തിട്ടാണ് ഇരിക്കണത്. ഇവിടെ കാറ്
നിർത്തിയോണ്ട് സീനില്ല, കാരണം തണലാണ്. 2 സൈഡിനും റബ്ബറില്ലേ, റബ്ബർ മരങ്ങളുള്ള കാരണം നമുക്ക് വലിയ ചൂടോ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല തണവാണ്. അതുകൊണ്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ കാറിൻ്റെ ഉള്ളിൽ. പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ വീടെത്തിട്ടോ. വീടെത്തിയപ്പോൾ അമ്മ അച്ഛനൊക്കെ സൈഡായി തോന്നുന്നു, കാരണം ഉച്ചയ്ക്ക് എത്താന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വേഗം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരുടെ ആദർശിൻ്റെ ഒക്കെ ഒപ്പം പോകാമെന്ന് വിചാരിച്ച് 4 മണി, വീട്ടിലെത്തുമ്പോഴേക്ക് 5 മണി 5:30 ആയിട്ട്. അച്ചപ്പോഴേക്ക് ഇതേ കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരണ അതേ നേരത്താണ് അച്ഛ അതേ കടയിൽ പോയിട്ട് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചീത്ത പറഞ്ഞു, നിങ്ങൾ എപ്പോൾ വരാൻ പറഞ്ഞത്? അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്മയൊക്കെ സൈഡ് എന്താ പറയുക റെസ്റ്റ് എടുക്കാൻ കിടന്നു കേട്ടോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് തേജുവിൻ്റെ മുടി കളർ ചെയ്തത് അച്ഛൻ കണ്ടു, അതിൻ്റെ റിയാക്ഷൻ ആണ് കേട്ടോ ഫുള്ളായിട്ട്. എന്നിട്ട് ചില പോലും തലയിൽ മണ്ണാക്കിയാൽ പോലും പോയിട്ടൊന്നില്ല. അവസാനം ഇതേ തേച്ചപ്പം കരഞ്ഞപ്പോൾ പ്രോബ്ലം സോൾവഡ് എന്നുള്ളൊരവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇത് അമ്മ നല്ല അടിപൊളി ഇഞ്ചിയും നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ടുള്ള നല്ലൊരു തണുത്ത ജ്യൂസ് കൊടുന്ന് തന്നു കേട്ടോ. അപ്പോൾ അത് കുടിച്ചു. ഞാനും അയാൾ 3 ആളുടെ. വിൻഷേട്ട ഇപ്പോൾ എത്തിയിട്ടില്ല. വിൻഷേട്ട എന്തൊക്കെ ചിക്കനോ എന്തൊക്കെ വാങ്ങിയിട്ടാണ് വരുന്നിട്ട്. അച്ഛൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്കിട്ടാ. അപ്പോൾ അച്ഛന് കാലുമ്മ ആ സംഭവം ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ കാലുമ്മ ചെറുതായിട്ട് എന്തോ പൊള്ളം വന്നിട്ട് ചെറിയ സീൻ ഉണ്ടാവുകൊണ്ട് അച്ഛൻ ദൂരേക്കൊന്നും അധികം പോണില്ല, ജസ്റ്റ് വണ്ടിയുമ്പോൾ ഒന്ന് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്നല്ലാണ്ട്. അപ്പോൾ ചിക്കൻ വരുമ്പോൾ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവനോട്. അപ്പോൾ അത് വാങ്ങിയിട്ടാണ് വിൻഷേട്ടൻ വരണത്. പിന്നെ എന്തോ വിൻഷേട്ടൻ എന്നിട്ട് നമ്മുടെ കൊള്ളിയല്ല ചക്ക വറുത്തതും ചിപ്സൊക്കെ ഇല്ലേ, ആ വക ഐറ്റംസൊക്കെ കുറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കറുവത്തൂർന്ന്. പിന്നെ അതേ ആരി അമ്മയ്ക്ക് എന്തോ ചുരിദാർ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഞങ്ങളിതേ എല്ലാവരും ഇരുന്നു റെസ്റ്റ് എടുക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഓരോന്ന് കൊടുന്ന് ഇങ്ങനെ അതുണ്ട് ഇതുണ്ട് ഇതെടുക്കട്ടെ ചക്കണ്ട് മാങ്ങണ്ട് പഴം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്ക് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ വന്ന വഴിക്ക് ഇതേ സോഫയിൽ കയറി സൈഡായിട്ടാണ്. വിൻഷേട്ടനും അതേ എളുപ്പമല്ല വെയിലത്ത് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. തേജു ഡ്രസ്സ് മാറാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ തിരക്കിൽ നിൽക്കണേൻ്റെ ഇടയ്ക്ക് ഇതേ വിൻഷേട്ടൻ എന്താ അവിടെ ചെയ്യുന്നത് നിന്നിട്ട് ക്ലാസ് കഴിക്കച്ചതാട്ടോ. സോറി, ഞാൻ നിന്ന് വിൻഷേട്ടൻ അവിടെ നിൽക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മൾ കൈനീട്ടം കൊടുക്കണമല്ലോ. ഞങ്ങളെ കരി മറന്നു സത്യം പറഞ്ഞാൽ. അമ്മ എടുത്ത് വരുമ്പോഴാണ് ഞങ്ങൾ ഓർത്തത്. പക്ഷെ ഇവിടെ കൈനീട്ടം കൊടുക്കുക പറഞ്ഞിട്ട് യുദ്ധമാണ് യുദ്ധം. ഇവിടെ കണ്ടില്ലേ മസിൽ പിടിച്ച് നിർത്തുകയാണ് കൈനീട്ടം തരാൻ നോക്കുമ്പോൾ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ കൈനീട്ടം കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുമ്പോൾ അവരപ്പത്തെ അടുക്കും. വേണ്ട കയ്യിൽ വെച്ച് പറഞ്ഞ് ഇങ്ങനത്തെ ഓരോ ഫോർമാലിറ്റീസ് ഇടും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് നമ്മൾ ചെയ്യുക. ഞാൻ കൊടുക്കുമ്പോൾ ഇങ്ങടെറിയുക വേണ്ട ഞങ്ങൾ പറയും കൈനീട്ടാണ്, അത് നമ്മൾ കൈനീട്ടി സ്വീകരിക്കേണ്ടതല്ലേ കൈനീട്ടം. പക്ഷെ അച്ഛന് അറിയാട്ടോ, പക്ഷെ അമ്മയാണ് കൂടുതലും ഇങ്ങനെ വേണ്ട പറഞ്ഞ് തട്ടി നീക്കാട്ടോ. അങ്ങനെ ഇതേ എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കേണ്ടത് ഇതൊക്കെ മെയിനായിട്ട് ഇപ്പോൾ കൈനീട്ടം കൊടുക്കുന്ന കുറച്ച് സീൻ തന്നെയായിട്ട് എല്ലാവർക്കും അതേട്ടാ. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും അരി മാത്രം കാലിൽ കുമ്പിട്ടില്ലയോ, അതാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചത്. ഞങ്ങൾ 2 ആളും മാത്രം കാലിൽ കുമ്പിടറില്ല, കൈനീട്ടം വാങ്ങി മിണ്ടാണ്ട് നിൽക്കുകയായിരുന്നു കേട്ടാ. വിൻഷേട്ടനാണെങ്കിൽ ആദർശനോട് കൈനീട്ടം കൊടുത്ത വഴിക്ക് കാല് കുമ്പിടറ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണത്. അങ്ങനെ അതേ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീണ്ടും ചായ പിടിക്കായിരുന്നു കേട്ടോ. അപ്പം അമ്മ ചായ വെച്ചത് ചുക്ക് കാപ്പിയായിട്ട് വെച്ചത്. നമ്മുടെ എന്താ പറയുക ചുക്കും കുരുമുളകും അങ്ങനത്തെ തേജുവിന് കൈനീട്ടം കൊടുത്താട്ടോ ആര്യാദർശും. ചുക്കും കുരുമുളകും ചുക്ക് കാപ്പിയില്ലേ ആ സംഭവമായിട്ട് അമ്മ ഉണ്ടാക്കിയെന്ന് എഴുതുന്നത്. അത് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതും പിന്നെ നമ്മൾ ചിപ്സും പഴവും എന്തൊക്കെയോ കിട്ടണതൊക്കെ ഉള്ളതൊക്കെ കൊടുന്നിങ്ങനെ വെച്ചേരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ അതേ അവിടെ മാങ്ങ ചിത്താട്ടോ ഞങ്ങൾക്കുള്ളത്. പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് വിഷുക്കട്ടയാണ് കേട്ടോ. വിഷുക്കട്ട നിങ്ങളുടെ അവിടെ എന്താ പറയുക അറിയില്ല.
നമ്മൾ വിഷുക്കട്ട എന്ന് പറയും. ഇതെങ്ങനെയാന്ന് വെച്ചാൽ എന്തോ ഒരു അരി ഉണ്ട് കേട്ടോ, അത് എങ്ങനെയാണ് തേങ്ങയൊക്കെ ചിരകിട്ടിട്ടാണ് ഉണ്ടാക്കുക എന്ന് മാത്രം അറിയാം, കറക്റ്റ് റെസിപ്പിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ നല്ല രസമാണ് കഴിച്ചുകൊണ്ടിരിക്കാൻ. പിന്നെ ഇത് അച്ഛൻ മാങ്ങ ചെത്തിയിട്ട് കൊടുന്നേരുണ്ട് കേട്ടോ വേറെ കുറേ. ഇതെന്ത് മാങ്ങയാന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല, എന്തോ ഒരു മാങ്ങയാണ്. നല്ല ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അങ്ങനെ അതൊക്കെ കഴിച്ചു. കുറേ കഴിഞ്ഞിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളിതേ വീടിൻ്റെ ഉമ്മർത്ത് പോയിരുന്നു എല്ലാവരും. അത് ആദർശന് എന്തോ ഫോണൊക്കെ വന്നപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. തേജപ്പ അതേ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഞാനിതേ റോട്ടിക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അച്ഛതേ മേലെ എഴുകിയിട്ട് വിളക്കത്തിക്കൽ തുടങ്ങിയിട്ടാ. മീൻസ് 6 മണിയില്ലേ ആ ഒരു സമയമാകുമ്പോഴേക്കും അച്ഛൻ, പിന്നെ ഞാൻ പറയാറുണ്ട് ഈ വിളക്കത്തിക്കുന്ന ഒരു കാര്യം നമുക്ക് അവിടേക്ക് എത്ര ബോധേടാവേണ്ട ആവശ്യമില്ല. കറക്റ്റ് സമയത്ത് രാവിലെ ആയാലും രാത്രി ആയാലും അച്ഛൻ്റെ ഡ്യൂട്ടി അവിടെ ചെയ്യാറുണ്ട് കേട്ടോ. വീട്ടിൽ വന്നാൽ നമുക്ക് അങ്ങനത്തെ ഒരു നമുക്ക് അങ്ങനെ ഈ വിളക്കത്തിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേഗം ഒന്നും ചെയ്യേണ്ടി വരാറില്ല. ഒക്കെ അച്ഛൻ തന്നെ ആ ഒരു സമയമാകുമ്പോൾ കറക്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കളിയുടെ ഇടയിൽ ഇതേ ബോള് കനാലിലേക്ക് വീഴുന്നുണ്ട്, അതൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് അച്ഛൻ ഇവിടെ എന്താ കോവയ്ക്കയില്ലേ, കോവയ്ക്ക നട്ടതാ തോന്നുന്നു, അതിങ്ങനെ പടർന്നിട്ട് അവിടെ കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങളുടെ കൃഷി മീൻസ് ഇങ്ങനെ കോവയ്ക്ക അതേ കണ്ടോ, വാഴ, അതൊക്കെ റോഡിൻ്റെ സൈഡിലാണ് ഞങ്ങളിവിടെ കൃഷി നടത്തരുത് കേട്ടോ. അപ്പോൾ വാഴ, കൊള്ളി അങ്ങനത്തെ ഉണ്ട്. ഞങ്ങൾ മാത്രമല്ല അപ്പുറത്തെ വീട്ടുകാരും അത് അങ്ങനെ അപ്പുറത്തെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ 1 സെൻറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ എക്സ്ട്രാ. അവിടെയും ചെറിയ രീതിക്ക് എന്തൊക്കെയോ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങളിതിങ്ങനെ ഉമ്മർത്ത് വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ട് ഇത് എല്ലാവരും റോട്ടിക്ക് നോക്കിയിട്ടിരുന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്മതേ ചിക്കൻ കറി, രാത്രിക്ക് ചിക്കൻ കറി വെക്കാം, ചിക്കൻ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ചിക്കൻ കറി വെക്കുന്നുണ്ട്, ചിക്കനും മറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചിക്കൻ കറി കണ്ടപ്പോൾ വിൻഷേട്ടനും ആദർശമൊക്കെ പറഞ്ഞു വായും നമുക്ക് പൊറാട്ട വാങ്ങാം, ചോറ് വേണ്ട, രാവിലെ കഴിച്ചില്ല അപ്പോൾ പൊറാട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ പ്ലാൻ ഇട്ടിട്ട് അത് വാങ്ങാൻ പോവാണ് കേട്ടോ. എന്നിട്ട് ദൂരേക്ക് പോകുന്നു, അത്താണി വരെ പോയിട്ടുണ്ട് തോന്നുന്നു. അപ്പം അമ്മ പറയുന്നു മുണ്ട് എടുക്കണോ, ദൂരേക്ക് പോവോ, ഇതുവരെ പോവുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സീനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഇതേ രാവിലെ ചായക്ക് ഉണ്ടാക്കിയ പുട്ടും പഴവും കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പോൾ വേസ്റ്റ് ആക്കരുതല്ലോ ഫുഡ് ഒരിക്കലും. അപ്പോൾ അമ്മ അതിരുന്ന് കഴിക്കുകയായിട്ടാണ് ചെയ്തത്. പുട്ടും പഴമൊക്കെ കഴിച്ചു. പിന്നെ തേജും കൂടെ പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോഴേക്കും നല്ല മഴ പെയ്തിരിക്കണു, നല്ല മഴ പെയ്തിട്ടുണ്ട്. മഴയത്തായിരുന്നു അവർ തിരിച്ച് വന്നിട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. പിന്നെ അതേ പടക്കം പൊട്ടിക്കില്ല അച്ഛൻ്റെ വക സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പടക്കല്ല, നമ്മുടെ മറ്റു സംഭവങ്ങളില്ലേ കമ്പിപ്പൂത്തിരി അതൊക്കെ. അപ്പോൾ അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിൻഷേട്ടൻ തലവേനിച്ചിട്ട് കിടന്നു കേട്ടാ. ഇപ്പം എന്തുണ്ടായെന്ന് വെച്ചാൽ തലച്ചക്രം ആടുന്ന സംഭവം. പക്ഷെ അത് കറങ്ങണേക്കാൻ മുന്നേ പൊട്ടിത്തെറിച്ചു. തേജു ആണെങ്കിൽ ഇവിടെ തേജുവിൻ്റെ അംഗം തുടങ്ങിയിട്ടോ. കാരണം തേജുവിന് തലച്ചക്രം എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടി ഓടി വന്നിരുന്നത്. പക്ഷെ അത് പൊട്ടിയപ്പോൾ അവൻ്റെ വിചാരം പടക്കം എന്നെ പറ്റിച്ചു, നിങ്ങൾ പടക്കം പൊട്ടിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അലമ്പുണ്ടാക്കിയിട്ട് നമ്മുടെ മടിയിൽ കയറിയിരിക്കട്ടാ. അപ്പോൾ പിന്നെ എന്തായാലും പൊട്ടിച്ചൂലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛതേ ചെറിയ രീതിക്കുള്ള കുഞ്ഞി പടക്കങ്ങളൊക്കെ എടുത്ത് പൊട്ടിക്കുന്നുണ്ട്. കുട്ടി പിന്നെ ചെവിട്ടുന്ന് കൈ പുറത്തേക്ക് എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളിതേ വേഗം ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ ഇവര് എന്താണെന്നറിയോ പൊറാട്ട വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു, ചപ്പാത്തി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പത്തിരി, നെയ്സ് പത്തിരി ഇല്ലേ, അതും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ചിക്കൻ കറിക്ക് കോമ്പിനേഷനുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പത്തിരിയും പൊറാട്ടയും ചിക്കൻ കറിയും കൂടിയിട്ടാണ് രാത്രിത്തെ ഫുഡ് കഴിച്ചത്. പിന്നെ നമ്മൾ വേഗം അതേ അവിടെയൊക്കെ ക്ലീനാക്കി എടുക്കാൻ നോക്കണമല്ലോ. അപ്പോൾ തേജും ഞാനും അമ്മയും കൂടിയിട്ടാണ് ഫുള്ള് ക്ലീനാക്കി ഇടുന്നത്. തേജു എൻ്റെ ഹെൽപ്പറായിട്ട് എപ്പോഴും വാലായിട്ടുണ്ടാവും. അതേ കുപ്പിയും ഗ്ലാസും പാത്രങ്ങളൊക്കെ ഉള്ളത് അമ്മയ്ക്ക് കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വേഗതേ മേശയൊക്കെ തുടച്ച് നീക്കി. അമ്മയും അച്ഛനും അവിടെയും കിടക്കുന്നുണ്ടാവേ. അപ്പോൾ പിന്നിട്ട് വേഗം ഒന്ന് അവിടെ അടിച്ചു ഒരിട്ട് കൊടുത്തു കേട്ടോ. കാരണം ആകെ പരത്തി ഉണ്ടായിരുന്നു ഒന്നാമത് കണ്ടോ. അപ്പോൾ മേശ നീക്കിയിട്ട് ഞങ്ങൾ വന്ന അച്ഛനും അമ്മയുടെ ഈ റൂമിലേക്കാട്ടൊക്കെ എടുക്കുക പായ വിരിച്ചിട്ട്. പിന്നെ അതായത് ഞങ്ങളുടെ റൂമിലേക്ക് കിടക്കാൻ നോക്കുകയാണ്. തേജു ആണെങ്കിൽ എന്തോ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എനിക്കറിയില്ല, എന്തൊക്കെ അതിനിട്ട് കാട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ തേജു ഞാൻ എപ്പോഴും പറയാറുണ്ട് മൂത്രം ഒഴിക്കാൻ തേജു മിടുക്കനാണ്. അതുകൊണ്ട് തന്നെ അമ്മ വേഗം അവിടെ ഞങ്ങൾ പോയാൽ അമ്മയ്ക്ക് കട്ടിലൊക്കെ യൂസ് ചെയ്യേണ്ടതല്ലേ ബെഡും. അപ്പോൾ അമ്മ വേഗം അവിടെ ഷീറ്റൊക്കെ വിരിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് അത് കണ്ട വഴിക്ക് തേജു സ്ഥലം വിട്ടു. അമ്മ നമുക്ക് കുറച്ച് നേരം കളിച്ചിട്ട് കിടന്നുറങ്ങാല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൂടെ കളിക്കാതിരിക്കട്ടെ. അവന് നല്ല മടിയ ഷീറ്റ് വിരിച്ചിട്ട് കിടക്കാൻ. എന്നാൽ മൂത്രം ഒഴിക്കാണ്ടിരിക്കുമോ അതുമില്ല. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂത്രം ഒഴിപ്പിച്ചിട്ട് കിടത്തിയാൽ മതിയെന്ന്. പക്ഷെ എന്തൊക്കെ ചെയ്ത് കിടത്തിയാലും അവൻ ആ ചടങ്ങ് ചെയ്താലേ സമാധാനം ആവുള്ളൂ കേട്ടോ നേരത്ത്. അപ്പം എന്തായാലും നമ്മുടെ വിഷുവിൻ്റെ ദിവസത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഗിവ് അവേയിലും കൂടിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. ബൈ. വീഡിയോ